ഇങ്ങനെ കരഞ്ഞോണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തില് എന്തും നേരിടാനുള്ള ധൈര്യം വേണ്ടത്. മരിക്കാൻ ഒരുങ്ങിയപ്പോഴാ ഇല്ലാത്ത ഭർത്താവിനെയും പിറക്കാത്ത മക്കളെയും സ്ഥാപിച്ച് നാടകം കളിച്ചത്. സത്യം പറഞ്ഞാൽ മനസ്സാൽ ആശിച്ചൊരു വേഷം തന്നെയാ അഭിനയിച്ചു തീർത്തത്. ഇനിയിപ്പോ ആ ദുഷ്ടന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും എനിക്ക് സങ്കടമില്ല. പേടിക്കണ്ട. അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ വേഷം ഉപകാരപ്പെടുമെങ്കിൽ നമുക്ക് ഈ കളകളി തന്നെ തുടരാം. മുനിയും മഹാമാരൊക്കെ ആയിട്ട് വൈദ്യപ്പിഴപ്പിന് വേണ്ടി ഒരുപാട് വേഷം കെട്ടിയിട്ടുണ്ട്. കളിയായിട്ടാണെങ്കിലും ഇപ്പൊ ഒരു ഭർത്താവിന്റെ വേഷം. ജീവിതത്തിൽ സ്വന്തമായിട്ട് പറയാൻ ഒരു വേഷവും ഇല്ലാത്തവന് അതൊരു ഭാഗ്യ അല്ലേ? ധൈര്യമായിട്ടിരുന്നോളൂ. എന്തിനൊപ്പം ഞാനുണ്ട്. എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? നമ്മുടെ ചുറ്റൂനും കുട്ടികൾക്ക് സൗഭാഗ്യം വരുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടേ? നന്ദി വേണം. ഒരു കുറവില്ലാതെ നിങ്ങളെ കെട്ടിപ്പോറ്റി വളർത്തണേ. എന്നിട്ടിപ്പോ വെറുതെ ഒച്ച വെക്ക. ഗൗരി, വെറുതെ ഒരു നേരം പോക്കിന് ഇതുങ്ങളോടിങ്ങനെ മിണ്ടിയും പറഞ്ഞും. എന്താ നീ എന്നെ ഒളിക്കുന്നേ? ഒളിക്കേ? എന്തായി പറയണേ? എന്നെ അകറ്റാൻ നോക്കല്ലേ? അകറ്റാനോ? അതിന് നമ്മൾ തമ്മിൽ എന്താ ഉണ്ടായിരുന്നേ? നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇഷ്ടം കൊണ്ട് ഈ മിണ്ടാപ്രാണികളുടെ മുതുക് തലോടുമ്പോ നമ്മുടെ ദേഹത്തൊക്കെ മുട്ടി ഒരുമാറില്ലേ, അതുപോലൊരു. ഇനിയിപ്പോ ചോദിക്കും എന്തിനാ കരയുന്നെന്ന്. നിങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് പോവല്ലേ? അത് ഓർക്കുമ്പോ നിനക്കെന്താ പറ്റിയത്? എനിക്കെന്ത് പറ്റാൻ? എനിക്ക് പോണം. വളരെ ലേറ്റായി. അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഈ ക്ലൈമറ്റ് എനിക്ക് അലർജിയാണ്. പക്ഷേ സംഗതികളെല്ലാം അറിഞ്ഞപ്പോൾ വരാതിരിക്കാനും പറ്റില്ലല്ലോ. ഒക്കെ ഞാൻ അറിഞ്ഞു. സ്വന്തം ഭാര്യയുടെ രോഗവിവരം എല്ലാവരും എന്തിനും എന്നിൽ നിന്ന് ഒളിപ്പിച്ചത്? ഡസന്റ് മാറ്റർ. ഓർമ്മശക്തിയിലേ പോയുള്ളൂ. എനിവേ, അവളുടെ ജീവനൊന്നും പറ്റിയില്ലല്ലോ. അവൾക്കിപ്പോൾ ആവശ്യം ബെറ്റർ ട്രീറ്റ്മെന്റാ. വെറും ഒരു MBBS ഡോക്ടറുടെ ചികിത്സ കൊണ്ട് മാറുന്ന അസുഖമല്ല അവളുടേത്. നാളത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു എഫിഷ്യന്റ് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റും ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടെ അവൾ? Where is she?
എന്നെ അറിയോ? ഇറ്റ്സ് ഓക്കെ. പക്ഷേ എനിക്ക് നിന്നെ തിരിച്ചറിയാം. കൊള്ളാം, നാടകം നന്നായി. നിന്റെ വേഷവും. യു പ്ലേഡ് വെരി വെൽ. യെസ്, വെൽ ഡൺ. ഐ അപ്രീഷിയേറ്റ് യു. പക്ഷേ ഇന്നുകൊണ്ട് എല്ലാ വേഷവും അവസാനിപ്പിച്ചിരിക്കണം. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. യെസ്, അറ്റ് എനി കോസ്റ്റ് I will take you back. It's a challenge. എല്ലാവരും കേറി. നിങ്ങൾക്ക് 5,000 റുപ്യ മാണ്ടു. ബെന്നി ഒരു സുഹൃത്തുക്കളെ, മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യപ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5,000 രൂപ ഇനാം. അതെ, വെറും 5 രൂപ ടിക്കറ്റിലൂടെ 5,000 രൂപ. ഞങ്ങളുടെ ഇന്നത്തെ ഷോ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഞങ്ങളെ ഇന്നത്തെ പ്രോഗ്രാം ആച്ചി നിങ്ങൾ എല്ലാവരും ബന്ധാണ്. താങ്ക്സ്. താങ്ക് യു. എന്താ ഇവിടെ? അയാള് വന്നു. നാളെ എന്നെ കൊണ്ടുപോകും. എനിക്ക് ഉറപ്പാ, കൊല്ലും അയാൾ എന്നെ. ഞാൻ എന്താ ചെയ്യാ? ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ കാക്കും. ഞാൻ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. മിസ്റ്റർ സിദ്ധാർത്ഥൻ അല്ലേ? എനിക്കറിയാം, എന്നെ തിരക്കി നീ ഇവിടെ എത്തുമെന്ന്. സാർ, ആ കുട്ടിയാകെ പേടിച്ചിരിക്കുക. വെറും പാവമല്ലേ അത്? ഈ ഒരു അവസ്ഥയില് അവരെ കൊണ്ടുപോകരുത്. കോമാളി വേഷത്തിൽ വന്ന് സെന്റിമെന്റ്സോ? കൊള്ളാം. വിദൂഷകന്റെ വേഷവും കെട്ടി ഒരു കാശുകാരി പെണ്ണിനെ വശത്താക്കിയതും പോരാ, ഇപ്പോ അവക്ക് രക്ഷകനായും വന്നിരിക്കുന്നു. അതെ, രക്ഷകൻ തന്നെയാ. അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഈ കൊടകിന്ന് തനിക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നെ കൊന്നിട്ടല്ലാതെ. യു ആർ കറക്റ്റ്. ലോകത്തിന്റെ ഏത് മൂലയിൽ കൊണ്ട് ഒളിപ്പിച്ചാലും അവൾ നിന്നെ തേടിയെത്തും. അപ്പൊ എന്ത് വേണം? യെസ്, യു മസ്റ്റ് ഡൈ. നിന്നെ കൊല്ലാനുള്ള അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരു പാവം കുടകൻ. കൊല്ലടായി പട്ടിയെ.
ഒരു ഊരിന് ഒരു ഗ്രാമം ശാപമായാൽ അതിന് ചുട്ടിരിക്കണം. ഒരു ഗ്രാമത്തിന് ഒരു കുടുംബം ശാപമായാൽ അതിനെയും, ഒരു കുടുംബത്തിനൊരു വ്യക്തി ശാപമാണെങ്കിൽ അവനെയും. മനസ്സിൽ ഇത്രയൊക്കെ വിഷമവും കൊണ്ടാ വന്നെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് ശല്യം ചെയ്തു. ഓണല്ലേ? മോളെ, നമ്മളായിട്ട് തുടങ്ങി വെച്ചൊരു നാടകമുണ്ട്. അതെങ്ങനെയാ അവസാനിപ്പിക്കേണ്ടത്? സന്തോഷത്തോടെയാ ഈ വിലങ്ങുമായി പോകുന്നത്. പക്ഷെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം. ചടങ്ങൊന്നും വേണ്ട. തലക്കാവേരി അമ്മയുടെ മുന്നിൽ വെച്ച് അവന്റെ കഴുത്തിലൊരു മാലയിടണം. അത് കണ്ട സംതൃപ്തിയോടെ വേണം ഈ ഊര് തെക്കുന്ന ജയിലിലേക്ക് പോകാൻ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരാൻ എന്റെ മോള് മനസ്സറിഞ്ഞു കോർത്തിരിക്കുക മാലകൾ. നേർന്ന ഈ മനസ്സിന്റെ നൊമ്പരം എനിക്കറിയാം. സഹതാപം കൊണ്ടുള്ള സ്നേഹം അല്ലേ? അതെ, സഹതാപം കൊണ്ട് പലരും ത്യാഗം ചെയ്തു. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം അറിയാൻ എനിക്ക് ആ കുട്ടികൾ വേണ്ടി വന്നു. അവരുടെ മനസ്സിൽ കള്ളമില്ലല്ലോ. നിങ്ങൾ തമ്മിലാ ചേരേണ്ടത്. എങ്കിലേ ദുരന്തവും പേറിപ്പോകുന്ന ഈ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ.
കളയും കാര്യമായി ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോ ദാനം തന്ന ഈ സ്നേഹത്തിന് മുന്നില് ഞാൻ എങ്ങനെയാ? ഒന്നും പറയണ്ട. പോകുമ്പോ കൊണ്ടുപോവാൻ ആ ഓർമ്മകളുണ്ടല്ലോ, അത് മതി. ബാക്കിയുള്ള കുട്ടിയെ അമ്മേനെ എപ്പോഴാ വരിക? അമ്മ വേണ്ട.